കേരള യുക്തിവാദി സംഘം 34ാം സംസ്ഥാന സമ്മേളനം ജനുവരി 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കും. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സാഹിത്യകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ 34ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 9 മുതൽ 11 വരെ കൊല്ലത്ത് നടക്കുന്നത്. 31 വർഷം മുമ്പ് 1994 യുക്തിവാദി സംഘത്തിന്റെ 17ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തിയത്. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ആശയസമരം നടത്തി ജനമനസ്സുകളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തിയെടുക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമാണ് യുക്തിവാദി സംഘം. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജനുവരി 9 വൈകിട്ട് 4:30 ചരിത്ര പ്രദർശനം മജീഷ്യൻ RC ബോസ് ഉദ്ഘാടനം ചെയ്യും. 10 രാവിലെ 10 മാത്യൂസ് വയനാട് സംഘവും ആലപിക്കുന്ന സ്വാഗതഗാനത്തോടെ സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ നിർവഹിക്കും. വളരെ കാലത്തിന് ശേഷം കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. വരുന്ന 9, 10, 11 തീയതികൾ കൊല്ലത്തിന്റെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം യുക്തിവാദ ആശയങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരെ അമ്പലപ്പറമ്പുകളിൽ ചെന്ന് നിരീശ്വരവാദം പ്രസവിച്ച ആദ്യം സാമൃശ്യം തന്നെയാണ് നടത്തിയത്. അതുപോലെ തന്നെ യുക്തിവാദ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ജീവിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന CB കുഞ്ഞിരാമൻ്റെയും C കേശവൻ്റെയും നാടാണ് ഇത്. അകത്തും പുറത്തും ഒരുപോലെ തന്നെ മത, ജാതി, അന്ധവിശ്വാസ ശ്രദ്ധകളെല്ലാം മാറ്റി നിർത്തി ജീവിതം തന്നെ ഉദാഹരണമാക്കി നമുക്ക് കാണിച്ചു തന്ന തിരുനെല്ലൂർ കരുണാകരൻ്റെയും പെരുമ്പൂർ ഗോപാലകൃഷ്ണൻ്റെയും നാടാണ് ഇത്. ഇവിടെ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. 3 ദിവസം നടക്കുന്ന ഈ സമ്മേളനം ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്നതാണ് ആ ആശയം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സിലബസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും മത ആധിപത്യം ഉണ്ടായ ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ യൂണിഫോം പോലും നിശ്ചയിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മത താല്പര്യങ്ങൾ അനുസരിച്ചായിരിക്കണം എന്ന ചിന്താഗതിക്ക് പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന യുക്തിരേഖ മാധ്യമ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക VP സുഹറ തസ്ലീമ നസ്രീനെ സമ്മാനിക്കും. 1 ലക്ഷം രൂപയും മൊമെന്റോയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്തിപത്രം കേരള ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാറും ക്യാഷ് അവാർഡ് കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശക്തിധരനും സമ്മാനിക്കും. തസ്ലീമ നസ്രീന്റെ മതേതര നിലപാടുകളും എഴുത്തിനോടുള്ള പ്രതിബദ്ധതയും ഒരു സ്ത്രീ എന്ന നിലയിൽ മതമേധാവിത്വത്തോട് പോരടിച്ചു നിൽക്കാനുള്ള തന്റെ ഇടവുമാണ് അവാർഡിന് അർഹയാക്കിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു. കുരീപ്പുഴ ശ്രീകുമാർ, യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം, സെക്രട്ടറി സന്തോഷ് മാനവം, സംഘാടക സമിതി ജനറൽ കൺവീനർ സുധീഷ് ശങ്കരൻ, കൺവീനർ G സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.